എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 35 രൂപ വിലയുള്ള ഒരു പെന്നി സ്റ്റോക്ക്. ആ സ്റ്റോക്ക് ഇന്ന് 5% അപ്പർ സർക്യൂട്ടായി. അതുകൂടാതെ അതിൻ്റെ പ്രൊമോട്ടർ ഏകദേശം 39 ലക്ഷം ഷെയർസ് പ്രൊമോട്ടർ ബൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അത് 5% ഇന്ന് അപ്പർ സർക്യൂട്ടായി. മൂന്നാമത്തേത് അതിൻ്റെ ക്വാർട്ടറിൽ റിസൾട്ട് വന്നപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ വെറും 35 രൂപ വിലയുള്ള ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രൊമോട്ടർ ബോട്ട് ഇന്ന് ദലാൽ സ്ട്രീറ്റ് ജേണലിൽ ഇന്ന് രാവിലെ വന്ന ഒരു വാർത്തയാണിത്. നമുക്ക് ഇവിടെ ഡേറ്റ് ഉണ്ട് 15 ഫെബ്രുവരി 24 ഇന്ന് വന്ന ഡേറ്റാണിത്. പ്രൊമോട്ടർ ബോട്ട് 39 ലക്ഷം ഷെയർസ് വെന്നി 35 ആണെന്നുള്ള അപ്പർ സർക്യൂട്ട് 5%. അതിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൽ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറയുന്നത്, അതായത് ക്ലോസിംഗ് പ്രൈസ് 31 രൂപയുടെ 52 വീക്ക് ഹൈ പറയുന്നുണ്ട്. അതുകൂടാതെ മാർക്കറ്റ് ക്യാപ്പ് എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കണ്ട ദ പ്രൊമോട്ടർ ഓഫ് ദ കമ്പനി സുനിൽ കുമാർ ജെയിൻ ബോട്ട് 39 ലക്ഷം ഷെയർസ് ബൈ ചെയ്തെന്ന് പറയുന്നുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ഡീറ്റെയിലിൽ ഒന്നുകൂടി നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 308 കോടിയാണ്. സ്റ്റോക്ക് ഇപ്പോൾ 49.1, ROC 8.27%, ROE 5.56% ആണ് കമ്പനിയുടെ നിലവിലുള്ള ഫണ്ടമെൻ്റൽ അവസ്ഥകൾ. നമുക്ക് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതായത് കമ്പനിയുടെ സെയിൽസ് ഏകദേശം നമ്മളൊരു 10 ക്വാർട്ടറിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സെയിലാണ് ഈ ക്വാർട്ടറിൽ ഉണ്ടായത്. ഏകദേശം 85 കോടി സെയിലുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ലാസ്റ്റ് ക്വാർട്ടറിൽ അത്ര ഇല്ല കമ്പയർ ചെയ്യുമ്പോൾ, ഡിസംബർ 22 തൊട്ട് 20. അതുകൂടാതെ നമ്മൾ പ്രോഫിറ്റിലേക്ക് വന്നാലും 2.13 crore ഡിസംബർ 2022 അതിനുള്ളത്. ഈ പ്രാവശ്യം അത് 2.52 ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ തൊട്ട് മുന്നത്തെ, അതായത് സെപ്റ്റംബർ 23 ക്വാർട്ടറായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴും പ്രോഫിറ്റിലൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രൊമോട്ടർ അത് ബൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നല്ലൊരു പ്രോഫിറ്റും ക്വാർട്ടറിൽ പ്രോഫിറ്റും ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചാർട്ടിലേക്ക് പോയിട്ട് ചാർട്ടിൽ നമുക്ക് അനുയോജ്യമായ വല്ല സംഗതികൾ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കമ്പനിയുടെ ഒരു വീക്കിലി ചാർട്ട്. ഈ ചാർട്ട് വീക്കിലി ചാർട്ടാണിത്. ഈ വീക്കിലി ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു ചാർട്ടിൽ ഒരു കൺസോളിഡേഷൻ ഫേസ്. അതുകൂടാതെ ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു വന്നു. വീണ്ടും ഒരു ചെറിയൊരു കൺസോളിഡേഷൻ ഫേസ് ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ ഫേസ് നടന്നു. അതുകൂടാതെ ഇവിടുത്തെ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറി ഇവിടേക്ക് വന്നപ്പോൾ. അതുകൂടാതെ ഒന്ന് കയറി പിന്നെ കുറച്ച് നാളൊരു കൺസോളിഡേഷൻ ഫേസ് വന്നു, ആഴ്ചകളോളം ഒരു അവിടെ വലിയ ക്യാൻഡിലോട്ട് കയറി പോയിട്ട് ഇപ്പോൾ ഒരു നാരോ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 34 ഒരു 27 റേഞ്ചിൽ 34-27 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. അപ്പോൾ നമുക്ക് ഒരു ബൈ എൻട്രി പരിഗണിക്കുന്ന ഒരാൾക്ക് വീക്കിലി ക്യാൻഡിൽ ഒരു 27 നമ്മൾ ഒരു സപ്പോർട്ട് കാണുന്നതിൽ. അപ്പോൾ 27 മസ്റ്റായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഈ 27 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഇവിടെ ഈ പ്രീവിയസ് ലോ ആണ് ഈ 27 എന്ന് പറയുന്ന ഈ റേഞ്ച് 27. അതുകൂടാതെ ആ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ അത് സപ്പോർട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ റേഞ്ച് നന്നായിട്ട് കയറിപ്പോയി. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ക്യാൻഡിലാണ് ഇത് നന്നായിട്ട് കയറിപ്പോയിട്ട് ഇവിടെ സപ്പോർട്ടായിട്ട് മാറിയതാണ്. ഇത്രയും കണ്ടീഷൻ നമുക്ക് വീക്കില്ല. നമ്മളിപ്പോൾ ഒരു ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 രൂപയുടെ 32 രൂപ ഇപ്പോൾ റേറ്റ് ഉള്ളത് 32 രൂപ റേറ്റ് ഉണ്ടായത്. നമ്മളെ ഒരു ബൈ എൻട്രി എടുക്കുന്ന ആൾക്കാണെങ്കിൽ 27 രൂപ സ്റ്റോപ്പ് ലോസ് ഇടണം.
അത് അപ്പോൾ 5 രൂപയുടെ നമുക്ക് ഇതിൽ ഒരു സ്റ്റോക്കിന് നമുക്ക് റിസ്ക് വരാനുള്ള സാധ്യത. അത് ഏകദേശം ഒരു 40 രൂപ വരെ മുകളിലേക്ക്, അതായത് ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധ്യത കാണുക. കാരണം പോസിറ്റീവാണ് കാണുക. പ്രൊമോട്ടേഴ്സ് ഷെയർ മേടിച്ചു, അതുകൂടാതെ നമ്മൾ ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു നെഗറ്റീവ് ഒന്നും കാണുന്നില്ല ഇതിൽ. അപ്പോൾ ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നമുക്കിതിൽ പ്രതീക്ഷിക്കാം. അത് ഒരു 34 മുകളിൽ, വീക്കിലി ക്യാൻഡിൽ 34 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. ഇവിടെ ആണ് ഒരു റെസിസ്റ്റൻസ് ഉള്ളത്, അതായത് ഒരു 34 റേഞ്ച്. ഈ 34 മുകളിൽ വീക്കിലി ക്യാൻഡിൽ നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ പറക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു വീക്കിലി ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റുന്ന വസ്തുത. ഇനി നമുക്ക് മന്ത്ലി ക്യാൻഡിലിൻ്റെ വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ പേര് നോർത്ത് ഈസ്റ്റേൺ കാരിയർ കോർപ്പറേഷൻ ആണ്, അതായത് NECC ലിമിറ്റഡ്. ഇതാണ് ഈ സ്റ്റോക്ക്, NECC ലിമിറ്റഡ്. അപ്പോൾ ഒരു മന്ത്ലി ചാർട്ട് വ്യൂട് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഈ മന്ത്ലി ചാർട്ട് വ്യൂവിൽ നമ്മളിപ്പോൾ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഒരു മാർക്കറ്റ് ഇടിഞ്ഞ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ കറക്റ്റ്. അതായത് ഇവിടെ നിന്നൊരു ഡബിൾ ബോട്ടം ഫോർമേഷൻ വന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു മന്ത്ലി നോക്കുമ്പോൾ. അവിടെ നിന്ന് നല്ലൊരു റൗണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടം വരെ എത്തി, ഈ സപ്പോർട്ട് വരെ എത്തി. അവിടെ വീണ്ടും കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും ഒരു ചെറിയ രീതിയിൽ വന്നു, അവിടെ വീണ്ടും ടച്ച് ചെയ്തു, വലിയ ക്യാൻഡിൽ വന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ രണ്ടാമത് ഇവിടെ ടച്ച് ചെയ്തു, മാർക്കറ്റ് കയറാം. മൂന്നാമത് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നു. ആ പുൾ ബാക്ക് വന്നപ്പോൾ അതിൻ്റെ നമ്മീ പറഞ്ഞ 27 ആ റേഞ്ച്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മൂന്നാമത്തേൽ ഇവനൊരു തട്ടി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും നമുക്കാണ്. ഇനി അഥവാ പോയിട്ടില്ലെങ്കിൽ നമുക്ക് 5 രൂപയുടെ റിസ്ക് ഇതിലുള്ളത്, അതായത് 27 സ്റ്റോപ്പ് ലോസ് ഇടാം. അതിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് വിറ്റ് മാറാം, പിന്നെ ഇതുമേലേക്ക് നോക്കേണ്ട കാര്യമില്ല. 27 നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാം. ഇത് താഴെ ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്യണമെങ്കിൽ പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് നോക്കണ്ട. പിന്നെ രണ്ടാമത് ഈ റേഞ്ച് എന്തെങ്കിലും ക്ലോസ് ചെയ്തൊരു വലിയൊരു കൺസോളിഡേഷൻ വന്നിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും നോക്കിയാൽ മതി നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അധികം റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. വെറും വീക്കിലി ക്ലോസിൽ ഒരു 5 രൂപ മാത്രം റിസ്ക്, അതായത് 27 SL വയ്ക്കുക, ഒരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡിൽ മൊമെൻറ്റം അത്യാവശ്യം പ്രതീക്ഷയ്ക്ക് വകയുള്ള ചാർട്ടാണ് കാണുന്നത്. ഫണ്ടമെൻ്റലും കുഴപ്പമില്ലാത്ത ക്രൈറ്റീരിയ നമുക്ക് കാണപ്പെടുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇത് ഒരു എഡ്യൂക്കേഷൻ വീഡിയോസ് ആയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് മാത്രം കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇത് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ഇത്. അതായത് നമ്മൾ ദലാൽ സ്ട്രീറ്റ് മാഗസിൻ കണ്ടില്ലേ, ഒരു പ്രൊമോട്ടർ ഹോൾഡ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചാർട്ട് ബേസ് നോക്കിയിട്ട് ആ ഡാറ്റ വെച്ചിട്ട് ചാർട്ട് ബേസ് നോക്കിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല കണ്ടൻറ്റായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.